ഇന്നത്തെ പരിപാടി മീൻപിടുത്തത്തിന് വന്നേക്കുവാണ്. നൈറ്റ് ഫിഷിങ്ങാണ്. നല്ല ഇരുട്ടത്തുള്ള മീൻപിടുത്തമാണ്. എങ്ങനെയാവും അറിയത്തില്ല. ഉള്ള വെളിച്ചം വെച്ച് മീനെ കിട്ടുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ പുഴയിൽ നിന്നാണ് പിടിക്കുന്നത്. ഈ പുഴയൊക്കെ കാണാവുന്ന പോലും അറിയത്തില്ല. ഈ പുഴയിൽ നിന്ന് തീറ്റ ഇട്ട് കൊടുത്ത് പിടിക്കുന്നതാണേ. തീറ്റ ഇടാതെ മീൻ പിടിയത്തം നടക്കുകയല്ല, എന്നാലും കാലിത്തീറ്റ ഇട്ട് കൊടുത്ത്. നല്ല ഇരുട്ടാണ്. എന്തായാലും വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. മീൻ ഇഷ്ടം പോലെ കിട്ടാൻ സാധ്യതയുണ്ട്. കളിച്ച് ഇച്ചിരി നോക്കി. ഇങ്ങനെയാണ് തീറ്റ ഇടുന്നത്. കാലിത്തീറ്റയാണ് ഇടുന്നത്, കാലിത്തീറ്റ. എല്ലായിടത്തും തീറ്റ ഇട്ട ശേഷം ഇനി വീണ്ടും കാണാം. എവിടെയും തീറ്റ ഇട്ടേക്കുവാണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. മീൻ കാണുന്നുണ്ട് അടിയിൽ ഇഷ്ടം പോലെ. എന്തായാലും വല വീശുക. വല വീശുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഞാനും ഉണ്ട്, പെണ്ണും പിള്ളയുണ്ട്. തീർക്കട്ടെ. മണലാണ്, മണൽ, ആറ്റുമണൽ. അങ്ങനെ ആദ്യം വീശാനുള്ള വല അഴിക്കുക. എങ്ങനെ മീൻ കിട്ടുമെന്നൊന്നും ഒരു പിടിയില്ല. മീൻ കിട്ടാതെ ആദ്യത്തെ വീശാൻ പോവാണേ. കൈക്ക് വിളിച്ചേക്കണേ. മീനുണ്ട്, ഇഷ്ടം പോലെ മീൻ കാണുന്നുണ്ട്. ചെറിയ പരലാണ്. പരല് ഈ ഹൈറേഞ്ച് മേഖലയിലേക്കുള്ള കല്ലേമുട്ടി, സിലൂപ്പി, എന്താ മീന കൊണ്ടുകൂടി എന്താ സിലോപ്പിയൊക്കെ കിടക്കണം. അടിപൊളിയല്ലേ സിലോപ്പി? സിലോപ്പി, കല്ലേമുട്ടി. സിലോപ്പി നല്ല മുഴുത്ത സിലോപ്പിയ. സിലോപ്പി ഉണ്ട്. ഇതാണ് ഇവിടുത്തെ കല്ലേമുട്ടി എന്ന് പറയുന്ന മീൻ കേട്ടോ. മീനെയൊക്കെ പറക്കിയിടുവാണ്. നമുക്ക് കറി വയ്ക്കാനുള്ള മീൻ ഇങ്ങനെ വീശി പിടിക്കാമെന്ന്. രാത്രിയിലൊക്കെ വന്ന് പതുങ്ങി വന്ന് വീശി പിടിക്കണമെന്നുള്ളൂ. ആവശ്യത്തിന് മീൻ കിട്ടും. വാഴക്കാവരയിൽ എന്ന് പറഞ്ഞ മീനുണ്ട് ഇതിൻ്റെ അകത്ത്. കാണിച്ചു തരാവേ. ഇതൊരു തരം മീൻ. ഇതൊരു പരല, വിളിഞ്ഞിപ്പരൽ എന്ന് പറയും ഇതിന്. ഉണ്ടല്ലോ. ഇത് വാഴക്കാവരശി, വാഴക്കാവരൻ എന്നൊക്കെ പറയും. ഇത് സാധാ നാടൻ പരൽ. ഇത് സാധാ നാടൻ പരൽ. പറക്കിയിട്ടോ. ഇത് പറക്കിയിട്ടിട്ട് വേണം അടുത്തത് വീശാൻ. മുള്ളുകൊണ്ട്, സിലോപ്പിയുടെ മുള്ള് കണ്ട്.
ആ ഞാനും പറക്കിത്തരാം. ഇത് രണ്ടാമത്തെ വീശ്. രണ്ടാമത്തെ വീശിൽ ഇലയൊക്കെ ഉണ്ട്. രണ്ടാമത്തെ വീശിന് മീനുമില്ല, മീൻ കുറച്ചേ ഉള്ളൂ. രണ്ടാമത്തെ വീശിന് കുറച്ച് മീനെ കിട്ടിയിട്ടുള്ളൂ. ഇതാണ് ആ പറഞ്ഞ പരല്. മറ്റേ നീളത്തിൽ കിടക്കുന്നതല്ല, ഇവിടെ കല്ലേമുട്ടി എന്ന് പറയുന്ന മീനാണ്. അത് ഈ പാറ കെട്ടുള്ളിടത്ത് നിറയെ ഉണ്ടാവും. നല്ല ടേസ്റ്റുള്ള മീനാട്ടോ. ഇതെല്ലാം വെളിഞ്ഞിപ്പരലും കല്ലേമുട്ടിയും. മരക്കകത്ത് ഇനിയും മീൻ കിടപ്പുണ്ട്. ഇത് രണ്ടാമത്തെ വീശ്. ഇനിയുണ്ട് 7 വീശ്. 2 വീശിന് നമുക്ക് ഇത്ര മീൻ കിട്ടി. ഏതാണ്ട് കുറച്ചധികം മീനുണ്ട്. കണ്ടോ, 2 കിലോ മുകളിൽ മീൻ 2 വീശിന് ഉണ്ട്. അതിനകത്ത് കുറച്ച് സിലോപ്പിയുണ്ട്, മുഴുത്ത സിലോപ്പികൾ. അത്യാവശ്യം മുഴുത്ത സിലോപ്പിയ. 1 2 ഇങ്ങോട്ട് തട്ടിയിടും. എന്താ 3. ഇതാണ് അടുത്ത വീശി കിട്ടിയ മീൻ. ലാസ്റ്റ് വീശല്ല, ഒരു വീശും കൂടെ ഉണ്ട്. കുറച്ച് മീനേ ഉള്ളൂ. സിലോപ്പിയൊക്കെ ചെറിയ ചെറിയ മീനുകൾ. പള്ളയായതുകൊണ്ട് ഒന്നും കാണത്തില്ല. ലാസ്റ്റ് മൊത്തത്തിൽ മീൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുവരെ ഇത് പറക്കിടട്ടെ. നമ്മുടെ ലാസ്റ്റ് വീശാണ്. ലാസ്റ്റ് വീശ് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. വീശി കഴിയുമ്പോൾ ലൈറ്റ് എടുക്കണം കേട്ടോ. മീനുണ്ടോയെന്ന് നോക്കട്ടെ. സിലോപ്പി ഓർമ്മയുണ്ട്. സിലോപ്പി ഒന്നല്ലല്ലോ, ഞാൻ ഓർമ്മത്തിനെ ഉണ്ടോ. അപ്പോൾ ഇന്നത്തെ മീൻപിടുത്തം ഏകദേശം തീരാറായി. ഇനി മീനെടുത്തിട്ട് കാണിച്ചു തരാം. നമുക്കിന്ന് കിട്ടിയേക്കുന്ന മീൻ ഉണ്ടോ, ഇതുപോലാണ്. കുടഞ്ഞിട്ട് കാണിച്ചു തരാം. അതിന് മുമ്പ് ഒന്ന് തൂക്കി നോക്കട്ടെ എത്ര കിലോ ഉണ്ടെന്ന്. ഈ കുഴയും കൂടെ ഇട്ട് വേണ്ട. എത്രയുണ്ട്? 3.5 കിലോ മീനുണ്ട്. ഇത് മതി, ആവശ്യത്തിന് മീനായി. ഇനി മീൻ കുടഞ്ഞിട്ട് കാണിച്ചു തരാവേ. ഉണ്ടോ, അത് കിട്ടിയേക്കുന്ന മീനാണ് സിലോപ്പിയ, കല്ലേമുട്ടി, പരല്. മൊത്തം സിലോപ്പിയുടെ മുള്ള ഉണ്ടോ. ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. ഇത്തവണ ഈ കൊല്ലത്തെ ആദ്യത്തെ വീശ.
വെള്ളം തീരെ കുറഞ്ഞിട്ടില്ല. വെള്ളം കുറഞ്ഞാലേ മീൻ കിട്ടുള്ളൂ. പുഴയിലല്ലേ. അപ്പോൾ ഇനി വീണ്ടും അടുത്ത നൈറ്റ് ഫിഷിങ്ങുമായിട്ടൊക്കെ കാണാം. ഫിഷിങ്ങോ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നേക്കാം. കാണുന്നവരെല്ലാം ഒന്ന് സബ് ചെയ്ത് വെച്ചേരെ, മറന്നു പോലെ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് വെച്ചേരെ.